ഹായ്. ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ വി ഡി സതീശൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. RSSനെ നിരോധിക്കുമെന്ന്. അതായത് 1926, അതായത് അടുത്ത മാസം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ, ഞാൻ മുഖ്യമന്ത്രിയായാൽ ആദ്യം ഒപ്പിടുന്ന ഫയൽ RSSനെ നിരോധിക്കുന്നതായിരിക്കും. ഇദ്ദേഹം എന്ത് വിഡ്ഢിത്തരാ പറയുന്നതെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇദ്ദേഹം ജയിച്ചിട്ട് വേണ്ടേ RSSനെ നിരോധിക്കാൻ? നിയമസഭയിൽ MLA ആയിട്ട് നിയമസഭയിലെത്തി മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ലേ ഇത് കഴിയുള്ളൂ, അല്ലാതെ അതിന് മുന്നേ കഴിയില്ലല്ലോ. RSS നിരോധിക്കാൻ പണ്ട് ഇന്ദിരാഗാന്ധി നിരോധിച്ചിരുന്നു, അടിയന്തരാവസ്ഥ കാലത്ത്. പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം ആ നിരോധനം പിൻവലിച്ചു. കാരണം ഇതൊരു രാഷ്ട്ര സ്വയംസേവ സംഘടനയാണ്, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നുള്ളത് ഇന്ദിരാജിക്ക് വരെ മനസ്സിലായി. ഇതിന് ശേഷം ആ നിരോധനം പിൻവലിച്ചു. പിന്നെ ആരും RSSനെ നിരോധിക്കാൻ മുതിർന്നിട്ടില്ല. പിന്നെ ഈ RSS ഇന്ത്യയിലുള്ളത് കൊണ്ടാണ് ഇവിടെ തീവ്രവാദ സംഘടനകൾ ഇന്ത്യയോട് നേരിട്ട് കളിക്കാത്തത്. ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങനെയുള്ള തീവ്രവാദ രാജ്യങ്ങളായ അതായത് തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, അവർക്ക് പോലും RSS എന്ന് പറഞ്ഞാൽ പേടിയാണ്. കാരണം ഇന്ത്യയിലെ രണ്ടാമത്തെ ശക്തിയാണ് RSS. ഇന്ത്യൻ്റെ ആർമി കഴിഞ്ഞാൽ പിന്നെ RSS ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ശക്തി. ആ RSSനെ നിരോധിക്കാൻ സതീശേട്ടൻ വിചാരിച്ചാൽ കഴിയില്ല സതീശേട്ടാ. പിന്നെ ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനം കേരളമാണ്. RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനം കേരളമാണ്. ഇത് RSS എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും പെട്ടെന്ന് പൊട്ടിമുളച്ച സാധനമൊന്നുമല്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഈ RSS ഇന്ത്യയിലുണ്ട്. അല്ലാതെ ഇന്നും ഇന്നലെയും പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സംഘടനയല്ല RSS. RSS എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സ്വയം സേവിക്കുന്നൊരു സംഘടനയാണ്. ഈ RSS എന്ന സംഘടന ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ തീവ്രവാദ സംഘടനകൾക്കൊന്നും ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഈ സംഘടന ഇല്ലെങ്കിൽ എന്നോ ഇവിടെ മുസ്ലിം രാഷ്ട്രമാക്കി കഴിയും. ഈ RSS ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നത്. അതാണ് RSSനോട് ഇത്രയും ദേഷ്യമാർക്ക്. പിന്നെ RSS നിരോധിക്കാതൊന്നും കോൺഗ്രസ്സിനല്ല ഒരു പാർട്ടിക്കും കഴിയില്ല, അതിനുള്ള ചങ്കൂറ്റവും ഇല്ല. പിന്നെ RSS എന്ന സംഘടനയാണ് RSS എന്ന സംഘടന നേതൃത്വം കൊടുക്കുന്ന BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അതും കൂടി ഓർത്താൻ നന്ന്. എന്തെങ്കിലുമൊക്കെ വായ തോന്നി വിളിച്ച് പറയുന്നത് സതീശേട്ടാ. ആദ്യം ജയിച്ചതിന് ശേഷം തീരുമാനിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. പിൻവലിക്കണോ അല്ല നിരോധിക്കണോ, RSSന് വേണ്ടാന്ന് വെക്കണോ ഒക്കെ പിന്നെ തീരുമാനിക്കാം. പിന്നെ അധികാരം കിട്ടിയിട്ട് വേണ്ടേ? ഹിന്ദുക്കളെ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത ആളുകളാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ഹിന്ദുക്കളെ എങ്ങനെയൊക്കെ ഇല്ലാണ്ടാക്കണം, കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഹിന്ദു തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യും, ഇല്ലാണ്ടാക്കും, നിരോധിക്കും എന്നൊക്കെ. ഹിന്ദുക്കളെ വോട്ട് കിട്ടിയിട്ട് വേണ്ടേ നിങ്ങൾ നിയമസഭയിലേക്ക് എത്താൻ? ഹിന്ദുക്കളെ വോട്ട് നിങ്ങൾക്ക് കിട്ടൂല. സ്വന്തം പാർട്ടിക്കാരെ വോട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമാണ്, കിട്ടൂല. കാരണം ഇങ്ങനത്തെ ഓരോ പ്രസ്താവനകൾ, ഇങ്ങനത്തെ ഓരോ പോസ്റ്ററുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു
രാഷ്ട്രത്തോട് സ്നേഹമുള്ള, രാജ്യത്തോട് സ്നേഹമുള്ള, ആത്മാർത്ഥതയുള്ള ഒരു പൗരനും ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. ഞാൻ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ആ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും വന്ന് മനമാറ്റം വന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? കോൺഗ്രസിൻ്റെ അഴിമതിയും ഭരണം കിട്ടിയാൽ തന്നെ തമ്മിലടിക്കുന്ന കോൺഗ്രസ് പാർട്ടി. ഇനിയിപ്പോൾ 26 തന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എത്ര പ്രാവശ്യം അടി ഉണ്ടാക്കും അവർ? മൈക്കിന് വരെ അടി ഉണ്ടാക്കുന്ന പാർട്ടിയല്ലേ ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ. ആദ്യം സംഘടനയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതിന് ശേഷം RSSനെ നിരോധിക്കണോ എന്നുള്ളത് ആലോചിക്കുക. അതായിരിക്കും നല്ലത്. അല്ലാതെ ഒറ്റയടിക്ക് അധികാരത്തിൽ കയറുമ്പോഴേക്കും RSSനെ നിരോധിക്കുക എന്നുള്ള വ്യാമോഹം, അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. ഇവിടുത്തെ ഓരോ പൗരനും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം മാത്രം ചിന്തിക്കുന്ന ആളുകളാണ്. കാരണം ഉള്ളിൽ അവർ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും രാജ്യത്തോട് സ്നേഹവും കൂറും ഉള്ള ആളാണെങ്കിൽ അവൻ ഒരു RSSകാരനായിരിക്കും. അറിയോ, 75 കൊല്ലം ഇന്ത്യ ഭരിച്ച് ഒരു വികസനം കാര്യമായിട്ടുണ്ടായിട്ടില്ല ഇവിടെ. വെറും അഴിമതി മാത്രമേ. ഈ 10 കൊല്ലം BJP ഭരിച്ചപ്പോൾ ആ 75 കൊല്ലം ആ 10 കൊല്ലം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ 75 കൊല്ലത്തെ വികസനത്തിനേക്കാൾ കൂടുതൽ 10 കൊല്ലത്തെ വികസനം ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 75 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ടും കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത കോൺഗ്രസ് ആണോ ഈ RSS എന്ന സംഘടനയെ നിരോധിക്കാൻ പോകുന്നത്? ഒരിക്കലും കഴിയില്ല. വെറുതെ വിഡ്ഢിത്തരം വിളിച്ച് പറയരുത്. വളരെയേറെ ആലോചിക്കുന്നത് നല്ലതാണ്. ആദ്യം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നോക്ക്. സ്വന്തം പാർട്ടിയിലെ അണികളെ ഒത്തൊരുമിച്ച് തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മത്സരിക്കുക. ഗ്രൂപ്പുകളില്ലാതെ, ഗ്രൂപ്പ് തർക്കങ്ങളില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം RSSനെ നിരോധിക്കണോ നിരോധിക്കണ്ടേ എന്നുള്ളത്. ഇവിടെ ആർക്കെങ്കിലും ഭൂരിപക്ഷം കിട്ടണ്ടേ? 26 ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും ഭൂരിപക്ഷം കിട്ടണ്ടേ? ഈ CPMനും ഭൂരിപക്ഷം കിട്ടില്ല, കോൺഗ്രസിനും ഭൂരിപക്ഷം കിട്ടില്ല. ആ സ്ഥിതിയിലാണ് വരുന്നത്. ആര് ഭരിക്കും? അതാണ് ചിന്തിക്കേണ്ടത്. ആദ്യം അധികാരം കിട്ടട്ടെ, എന്നിട്ട് ആലോചിക്കുക. വേണ്ടാത്ത ഓരോ പ്രസ്താവനയിട്ട് ജനങ്ങൾ കിട്ടുന്ന വോട്ട് പോലും ഇല്ലാണ്ടാക്കരുത് സതീശേട്ടാ. ആദ്യം പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കുക. പാർട്ടിക്കുള്ളിലെ പ്രശ്നം, ഗ്രൂപ്പ് തർക്കങ്ങൾ തീർക്കുക. എന്നിട്ട് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടി. അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഒന്നുകൂടി നിങ്ങളൊക്കെ ബഹുമാനിക്കും. അല്ല, ഒരു മൈക്കിന് വേണ്ടി അടിയുണ്ടാക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചാൽ എന്താവും സ്ഥിതി? അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ.